അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 8ാം ക്ലാസ്സിൽ തസ്കിയ രണ്ടാമത്തെ പാഠം അല്ലേ, അതിൻ്റെ തദ്രീബാത്താണ് കേട്ടോ, ഖുറാസിയാണ്. നക്തുബുൽ മാന, അർത്ഥം എഴുതാം. ഖാരിജുൻ, പുറത്ത്. ഹിർസുൻ, അത്യാഗ്രഹം. തവാഇയത്തുൻ, അനുസരണം. മഖ്തലുൻ, കൊല്ലപ്പെട്ട സ്ഥലം. ഇർത്തിളാഉ, തൃപ്തിപ്പെടുക. നക്തശിഫുൽ ഇജാബാത്ത്, ഉത്തരങ്ങൾ കണ്ടെത്താം. ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരം കണ്ടെത്തണം. മാ വസീലത്തു മുറാഫഖത്തിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ജന്ന, സ്വർഗത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ കൂടാൻ എന്താണ് മാർഗം? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. അതാണ് മറുപടി. അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുക. 2. മാ സബബു നുസൂലി ആയത്തി വമൻ യതുഇല്ലാഹ വറസൂല ഇലാ ആഖിരിഹ. അവസാനം ഓതിക്കോളി. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്ത്? നബിയെ, നമ്മളൊക്കെ മരണപ്പെട്ടാൽ അങ്ങ് മറ്റു നബിമാരുടെ കൂടെ ഉന്നത സ്ഥാനത്ത് ആയിരിക്കില്ലേ? ഇപ്പം മറ്റു വയ്ക്കണം കേട്ടോ. ആയിരിക്കില്ലേ? ഞാൻ സ്വർഗത്തിൽ ആണെങ്കിലും എനിക്ക് അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ എന്ന് ഒരു സ്വഹാബി ചോദിച്ചപ്പോൾ, ഒരു സ്വഹാബി ചോദിച്ചതാണത്. അപ്പം അതിന് മറുപടി ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ചോദ്യം ഉണ്ടായത്. 3. അസ്വഹാബത്തു കാനു അഅ്ലമൽ അംസിലത്തി ലിമ, സ്വഹാബികൾ വലിയ മാതൃകകളായിരുന്നു. എന്തിനാണ് സ്വഹാബത്ത് വലിയ മാതൃകയായത്? അള്ളാഹുവിനെയും നബിയെയും അനുസരിക്കുന്ന കാര്യത്തിൽ അവർ ഏറ്റവും മികച്ച മാതൃകയായിരുന്നു. പിന്നെ സാദക്കല്ലാഹു ഹിർസൻ അലാ തബഇയ്യത്തില്ലാഹി വ തബഇയ്യത്തി റസൂലിഹി മാ സിയാഖു ഹാദൽ കലാം. ഈ വാചകം പറയേണ്ടി വന്ന സാഹചര്യം എന്ത്? സാദക്കല്ലാഹു ഹിർസൻ അലാ തബഇയ്യത്തില്ലാഹി വ തബഇയ്യത്തി റസൂലിഹി. ഈ വാചകം പറയേണ്ടി വന്ന കാരണമെന്ത്? പള്ളിയിലുള്ളവരോട് ഇരിക്കൂ എന്ന് നബിത്തങ്ങൾ പറഞ്ഞപ്പോൾ പള്ളിയിൽ പ്രവേശിക്കാത്ത അബ്ദുല്ലാഹിബ്നു റവാഹ ഇത് കേട്ട് വഴിയിലിരുന്നു. ഈ വിവരം നബി അറിഞ്ഞപ്പോൾ പറഞ്ഞത്, പള്ളിയിലുള്ള ആളുകളൊക്കെ ഇരിക്കുക പറഞ്ഞപ്പോൾ പള്ളി പ്രവേശിക്കാത്ത അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു പള്ളിക്ക് ഇങ്ങനെ വരികയാണ്, വൈക്കുന്ന് ആണ് കേട്ടു. അപ്പോഴാണ് ഇരുന്നു. ഈ വിവരം നബി അറിഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഈ വാക്ക്. ഇലൈക അന്നി മാ സിയാഖു ഹാദൽ കലാം. ഈ വാചകം പറയേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഇലൈക അന്നി, ഈ വാക്ക് പറയേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ഹംസ റളിയല്ലാഹു അൻഹയെ കാണാൻ തൻ്റെ സഹോദരി സഫിയ റളിയല്ലാഹു അൻഹ ഓടിപ്പോയപ്പോൾ മകനായ സുബൈർ ഇബ്നുൽ അവ്വാം തടഞ്ഞു. അപ്പോൾ മഹദി പറഞ്ഞതാണ് ഇത്. ഞാൻ ചുരുക്കി എഴുതിയേക്കാട്ടോ.
ഇനി നഅ്തി ബിൽ മുഅന്നസി, സ്ത്രീലിംഗം രൂപങ്ങൾ കൊണ്ടുവരിക. നമ്മളിവിടെ 3 പദങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ മുദക്കറുകളാണ്. അതിലൊക്കെ സ്ത്രീലിംഗ പദങ്ങൾ എന്ത് ചെയ്യണം? കൊണ്ടുവരങ്ങൾ. വലതുൻ എന്താണ്? ആൺകുട്ടി. അതിൻ്റെ സ്ത്രീലിംഗം എന്താ? ബിൻതുൻ, പെൺകുട്ടി. ഷഹീദുൻ, ഷഹീദായ ഒരു പുരുഷൻ, ഒരാൾ. ഇനി ഷഹീദായ ഒരു സ്ത്രീ എങ്ങനെ പറയാ? ഷഹീദത്തുൻ. സ്വാലിഹുൻ, സ്വാലിഹായ ഒരു മനുഷ്യൻ. ഇനി സ്വാലിഹായ ഒരു പെണ്ണെന്ന് എങ്ങനെ പറയാ? സ്വാലിഹത്തുൻ, സ്വാലിഹായ ഒരു സ്ത്രീ. ഇനി അൽ വാജിബുൽ മൻസിലി, ഗൃഹപാഠം. നുഇദ്ദു മഖാലത്തൻ വജീസത്തൻ അൻ ഇത്വാഅത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുന്നതിനെ കുറിച്ച്, പ്രവാചകന്റെ അനുസരണത്തെക്കുറിച്ച് ഒരു ലഘുലേഖ തയ്യാറാക്കാനാണ്. പ്രവാചകൻ അനുസരിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഒന്ന്, പ്രവാചകന്മാർ പ്രവാചകചര്യ ജീവിതത്തിൽ പകർത്തുന്നത് വിജയത്തിനുള്ള വഴിയാണ്. അവിടുത്തെ വാക്കുകൾ കേൾക്കുന്നതും അനുസരിക്കുന്നതും വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പ്രവാചകന്റെ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ സമാധാനം നൽകുന്നു. അവിടുത്തെ മാതൃക പിന്തുടർന്ന് സ്വർഗത്തിലേക്കുള്ള പാതയാണ്. അവിടുത്തെ മാതൃക പിൻപറ്റുന്നത് സ്വർഗത്തിലേക്കുള്ള പാതയാണ്. പ്രവാചകനെ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. അവിടുത്തെ ഉപദേശങ്ങൾ ലോകത്തിന് വെളിച്ചം പകരുന്നവയാണ്. പ്രവാചകന്റെ പാതയിൽ ചരിക്കുന്നത് നേരായ മാർഗമാണ്. അവിടുത്തെ അനുസരിക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കും. പ്രവാചകന്റെ ജീവിതം നമുക്ക് ഏറ്റവും വലിയ മാതൃകയാണ്. നിനക്ക് തശിഫു മിനൻ നസ്വി, പാഠഭാഗത്തു നിന്ന് കണ്ടെത്താനാണ്. പാഠഭാഗത്തു നിന്ന് എന്ത് ചെയ്യണം? കണ്ടെത്തണം. നബിയുൻ, ഇത് ഏകവചനമാണ്. ഇത് നബിയാനി, അതിൻ്റെ മുസന്നയാണ്. രണ്ടാളെ പറ്റി പറയാൻ. നബിയൂന, 2ൽ കൂടുതലുള്ളവരെ പറ്റി. അറബിക്ക് പ്രത്യേകത ഉണ്ട്. നല്ല സ്വർഗത്തിൻ്റെ ഭാഷയല്ലേ. നമുക്ക് മലയാളത്തിൽ ഒരാൺ, 1ൽ കൂടുതലാണ് ഇതിന് പ്രയോഗമുള്ളൂ. അങ്ങനെ പറയാം കുട്ടികൾ, അതല്ലാണ്ട് കുട്ടികൾ എന്നുള്ളൂ. 2 കുട്ടികൾ എന്ന് 2 കൂട്ടി പറയല്ലാണ്ട് ഒരു പദത്തുമ്മ കിട്ടൂല. അത് അറബിക്കുണ്ട്. നബിയുൻ, ഒരു നബി. ഒരാൾ പറയാം എൻ്റെ അടുത്ത് ഒരു നബി വന്നു, ഓക്കെ ശരിയാണ്. ഇനി 2 നബി വന്നു എന്ന് പറയണമെങ്കിൽ ഏതൊരു പദം അറബിയിലുണ്ട്. മലയാളത്തിൽ 2 നബി എന്ന് പറയേണ്ടി വരും. അറബിയിൽ 2 എന്ന് പറയണ്ട, ഇസ്നാനി പറയണ്ട, നബിയാനി എന്ന് പറഞ്ഞാൽ മതി. 2ൽ കൂടുതൽ വന്നു എന്നാൽ നബിയൂന. അപ്പം നമ്മൾ മലയാളത്തിലുണ്ട് നബിമാർ, നബിമാർ അല്ലേ. എന്നാൽ അറബിൻ്റെ പ്രത്യേകതയാണ് മുസന്ന കൂടിയുണ്ട്. സത്യമാവും, സംസാരം സത്യമാവും, കളവാകൂല. 2 ആൾ വന്നോട്ട് 2ൽ കൂടുതൽ ആൾ, 1ൽ കൂടുതൽ ആൾ എന്ന് പറഞ്ഞാൽ 10 ആൾ വന്നാലും പറയാൻ നബിമാർ അല്ലേ. 2 ആൾ വന്നാലും പറയാം. അതെങ്ങനെ 2 ആൾ വന്നാൽ അറബിയിൽ പദം കൊണ്ട് എന്ത്? നബിയാനി കേട്ടോ. ഓക്കെ, ഒരു നബി, 2 നബിമാർ. റസൂലുൻ, റസൂലാനി, റുസുലുൻ, റസൂലുൻ ഒരു റസൂൽ, റസൂലാനി 2 റസൂലുകൾ, റുസുലുൻ 2ൽ കൂടുതൽ റസൂലുകൾ. കിതാബുൻ, കിതാബാനി, കുതുബുൻ ഒരു പുസ്തകം, 2 പുസ്തകങ്ങൾ. അറബിൻ്റെ പ്രത്യേകതയാണ്. പടച്ച റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ ഞങ്ങളെ ബുദ്ധിയായിട്ട് തരണേ അല്ലാഹ്, ഞങ്ങളെ ഓർമ്മശക്തിയായിട്ട് തരണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ കൊണ്ട് നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഉസ്താദുമാർക്ക് നിൻ്റെ ഇഷ്ടത്തിലായി ആരോഗ്യവും ആഫിയത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കുള്ള പലരും ഇന്ന് ഖബറിലുണ്ട് റബ്ബേ. ഈ സമയം അവരെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്.
ഖബർ കണ്ണെത്താ ദൂരം വിശാലമാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.